ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു SIP തുടങ്ങാം, എങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഒരു SIP തുടങ്ങാമെന്നാണ് നമ്മളൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് വിത്ത് ലൈവ് ആയിട്ട്. എന്ന് വെച്ചാൽ നമ്മളോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു ലൈവ് എങ്ങനെ നമുക്ക് ഈസിയായിട്ട് SIP തുടങ്ങാമെന്ന് പറഞ്ഞൊരു ലൈവ് നമ്മൾ കാണിച്ചു തരാൻ പറ്റുന്ന നമുക്ക് കുറച്ച് പേര് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോസൊക്കെ റീസെൻ്റ്ലി കുറച്ച് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ക്രിപ്റ്റോൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു നോക്കുക, ഞാൻ ഏതൊക്കെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഗ്രോയിലും അതുപോലെ തന്നെ ഇന്ത്യ മണിയിലാണ്. ഞാൻ എൻ്റെ 90% ഒക്കെ നമ്മളിപ്പോൾ SIPയിലൊക്കെ നമ്മൾ SIP ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താ പറയുക ടോട്ടൽ നമ്പർ ഓഫ് SIPs എനിക്ക് കൂടുതലുള്ളത് ഇന്ത്യ മണിയിലാണ്. നമ്മൾ ഗ്രോ ഉപയോഗിക്കുന്നത് മിക്കതും നമ്മുടെ ടാക്സ് സേവിങ്സ് SIPs ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഞാൻ ഗ്രോയിൽ വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ലാർജ് ക്യാപ്പ് സംഭവം പരിപാടികളൊക്കെ നമ്മുടെ ഇന്ത്യ മണിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യ മണി നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെയാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നതും ഒക്കെ ഇന്ത്യ മണിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഞാൻ വേണമെങ്കിൽ ഗ്രോയിൽ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് എല്ലാം സെയിം പ്രൊസീജിയറാണ്. പിന്നെ ഞാൻ ഏഞ്ചൽ ലോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് ഇതിലൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇന്ത്യ മണിയുടെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഫ്രീ അക്കൗണ്ടാണ്, എക്സ്ട്രാ ചാർജും സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇന്ത്യ മണിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് US സ്റ്റോക്സിൽ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. നമുക്ക് USൻ്റെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻ്റർനാഷണൽ അക്കൗണ്ട് വേണം. അത് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഇതിൽ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാനും പറ്റും. അങ്ങനെ ബെനിഫിറ്റ് കുറേ സംഭവങ്ങൾ നമുക്ക് ഇന്ത്യ മണി തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ത്യ മണി പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്, കുറച്ചും കൂടിയും ഫാസ്റ്റാണ്. നമുക്ക് വിഡ്രോവൽ സംഭവങ്ങളൊക്കെ ക്രെഡിറ്റ് ആവലും ആ സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റാണ് ഗ്രോവിനെ കാട്ടും. ഞാൻ ആദ്യം നമ്മൾ ഇന്ത്യ മണി ഗ്രോ കൂടെ നമ്മൾ ട്രേഡിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഭയങ്കര ലാഗ് വരുന്നുണ്ടായിരുന്നു ക്രെഡിറ്റ് ആവാനും അങ്ങനത്തെ കുഴപ്പത്തിനൊക്കെ. അതുകൊണ്ട് ഞാൻ ഇന്ത്യ മണിയിലേക്ക് പിന്നെ മാറിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എനിക്കൊരു 10 മ്യൂച്വൽ ഫണ്ട് SIP ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 2-3 നമ്മുടെ ടാക്സ് സേവിങ്സ് ആണ്. അപ്പോൾ ടാക്സ് സേവിങ്സിലാണ് ഇപ്പോൾ എൻ്റെ മെജോറിറ്റി എമൗണ്ട് ഓഫ് എടുക്കുന്നത്. നമ്മുടെ SIP എമൗണ്ടിൽ SIP അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അതിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3 to 3.5 ലാക്ക് സംതിങ് ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ മണിയിൽ. ഇപ്പോൾ അതിലൊരു 30% ഒക്കെ നമ്മുടെ ഷെയറാണ്. നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ സംഭവം ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ അത് ആക്ച്വലി സെബി റൂൾസിനെതിരാണ്. നമ്മളതുകൊണ്ട് എടുത്ത് പറയുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എന്തായാലും കാണിച്ചു തരാം. നമ്മുടെ ആപ്പിൽ തന്നെ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഹയസ്റ്റ് റിട്ടേൺ തരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആപ്പിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും മൊബൈൽ സ്ക്രീനിൽ പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്ലസ് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട കേട്ടോ. നമ്മുടെ 2 ചാനലും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മൊബൈലിയോ അപ്പോൾ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ആപ്പുകൾ വന്നിരിക്കും. ഞാൻ ഫസ്റ്റ് ഗ്രോവാനും എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഗ്രോ ഓപ്പൺ ആയി. അപ്പോൾ ഞാനൊന്ന് ലോഗിൻ. അപ്പോൾ നമ്മുടെ ഈ പേജിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് താഴെയായിട്ട് കാണാം സ്റ്റോക്സ് എന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് എന്നുണ്ട്, എനിക്ക് പേ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലോൺ ഓപ്ഷൻ വന്നിട്ടുണ്ട്. എനിക്ക് പ്രീ അപ്രൂവ്ഡ് മ്യൂച്വൽ ഫണ്ട് അഗെയിൻസ്റ്റ് ലോണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാം. മ്യൂച്വൽ ഫണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇവർ തന്നെ കാണിക്കുന്നുണ്ട് കണ്ടു, പോപ്പുലർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇപ്പോൾ ഞാൻ അത്യാവശ്യം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒന്നും കൂടെ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. ഞാൻ ആക്ച്വലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ അത്യാവശ്യം നല്ല റിട്ടേൺ തരുന്നതാണ്. പക്ഷേ റിസ്ക് കൂടുതലാണ്. എന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് കളക്ഷൻ ഹൈ റിട്ടേൺസ് SIP വിത്ത് 500 രൂപ, ടാക്സ് സേവിങ് ഫണ്ട് അതായത് ELF ഫണ്ട്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. എന്ന് വെച്ചാൽ ഇത് ഒരു നോർമൽ സംഭവം ഉണ്ട്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്സ് എന്ന് പറഞ്ഞാൽ ഈ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് ലാർജ് കമ്പനീസ്, അതായത് TCS, ഇൻഫോസിസ് അങ്ങനത്തെ വലിയ കമ്പനീസ് ഉണ്ടല്ലോ, റിലയൻസ്. മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ്. സ്മോൾ ക്യാപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ കമ്പനീസ്, സ്റ്റാർട്ടപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ചെറിയ സ്മോൾ ക്യാപ്സ് കമ്പനി കിട്ടുക. അതാണ് ഡിഫറൻസ് വരിക. അത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ടാണ് അവർ ഇത് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ SIP തുടങ്ങാൻ ഒരു പാടുമില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ട, ഹൈ റിട്ടേൺസ് എടുക്കണമെങ്കിൽ ഹൈ റിട്ടേൺസ് എടുക്കാം. അപ്പോൾ അതിൽ അവർ തന്നെ കുറേ ഹൈ റിട്ടേൺസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതായിട്ട് നിൽക്കുന്നതാണ്, മോള് കാണിക്കുന്നതാണ് കോണ്ട്, സ്മോൾ ക്യാപ്സ്, ആദിത്യ ബിർള, സൺ ലൈഫ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ആദ്യം കോണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഇതുപോലെ കാണാൻ കണ്ടു. നമുക്ക് 3 year റിട്ടേൺസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്, 46% എന്നൊക്കെ. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി 1 year ആക്കി നോക്കാം, 6 മാസം ആക്കി നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇവിടെ മിനിമം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു യൂണിറ്റിന് 227 രൂപയാണ്.
3 സ്റ്റാർ റേറ്റിംഗ് വരുന്നതാണ്. നമുക്ക് മിനിമം SIP 1000 രൂപ വെച്ച് തുടങ്ങാൻ പറ്റും. റിട്ടേൺ കാൽക്കുലേറ്റർ ഉണ്ട് നമുക്ക്. ഇതിൽ നമുക്ക് മന്ത്ലി 1000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്നൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു കൊല്ലത്തിൽ എത്ര കിട്ടും, 3 കൊല്ലത്തിൽ എത്ര കിട്ടും, 5 ഇയറിൽ എത്ര കിട്ടും, അത് നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ നോക്കിയാൽ. അതുപോലെ തന്നെ ഹോൾഡിങ്സ് നോക്കുക. ഹോൾഡിങ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹൗസിൽ നമുക്ക് ഏതൊക്കെ കമ്പനീസിൻ്റെ ഷെയർ ഉണ്ടെന്ന്, അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, BSE ലിമിറ്റഡ് ഉണ്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വേറെ ഉണ്ട്, ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ഉണ്ട്, അങ്ങനെ കുറേ കമ്പനീസ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട സംഭവങ്ങളാണ് നമുക്ക് എക്സ്പെൻസ് റേഷ്യോ, അതുപോലെ തന്നെ എക്സിറ്റ് ലോഡ്, അതുപോലെ തന്നെ ടാക്സ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് എക്സ്പെൻസ് റേഷ്യോ എന്നാണ്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അവരുടെ ചാർജ്, നമുക്ക് അവർ തരുന്ന സർവീസിന് എടുക്കുന്ന ചാർജാണ്. അത് ഏറ്റവും കുറവാണോ അത്രയും നല്ലത് നമുക്ക്. ഇതിപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് 0.77% ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ സംഭവത്തിൻ്റെ 0.77% ആണ് അവർക്ക് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഭയങ്കര കുറവാണ്. എക്സിറ്റ് ലോഡ് ഉണ്ട് 1%. അത് ഒരു കൊല്ലത്തിനുള്ളിൽ റിഡീം ചെയ്താൽ മാത്രമാണ് 1% ഉള്ളൂ. ഒരു കൊല്ലത്തിന് മുകളിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സിറ്റ് ലോഡ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവം ഒരു 90% സാധനങ്ങളും ലോങ് ടേം ഇൻവെസ്റ്റർ ആണ്. മിനിമം 3 കൊല്ലം പ്ലസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ 1 ഇയറിൻ്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് തോന്നുന്നു. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട് 0.005%. ടാക്സ് ഇംപ്ലിക്കേഷൻ വരുന്നുണ്ട്. അത് നമ്മളെ എന്താ പറയുക റിട്ടേൺ അനുസരിച്ചിട്ടാണ്. റിട്ടേൺസ് നമുക്ക് 15%. റിട്ടേൺസിന് നമുക്ക് 1,00,000 മുകളിൽ റിട്ടേൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 15% ടാക്സേഷൻ വരും കേട്ടോ. പിന്നെ ഫണ്ട് മാനേജറിൻ്റെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇത്രയേ ഉള്ളൂ. ഈ സംഭവത്തിൽ പോവുക, ജസ്റ്റ് നിങ്ങൾക്ക് താഴെ കാണാം സ്റ്റാർട്ട് SIP കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് SIP തുടങ്ങേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓരോ ഫണ്ടിനും നമുക്ക് മിനിമം എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ഫണ്ടിൻ്റെ മിനിമം എമൗണ്ട് 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ 1000 കൊടുത്തു, അല്ലെങ്കിൽ 10,000 കൊടുത്തു. നമ്മുടെ ബാങ്ക് കാണിക്കും. ബാങ്ക് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന ബാങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഓൾറെഡി പ്രൈമറി അക്കൗണ്ടായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രമാണ് SIP നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. തോന്നിയ ബാങ്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. UPI ഫീച്ചർ ഉണ്ട്. സ്റ്റാർട്ട് SIP കൊടുക്കുക. നമുക്കൊരു OTP വരും. OTP വന്നാൽ ഞാനത് കൊടുക്കുന്നില്ല, എനിക്ക് ഓൾറെഡി നല്ല SIP ഉണ്ട്. ആ സംഭവം വന്നു. അതിന് ശേഷം നമുക്ക് എന്താ പറയുക, ആ OTP ഒന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫസ്റ്റ് SIP നമുക്ക് ചിലപ്പോൾ ഇതിൽ പോകട്ടാം. അപ്പോൾ അത് ഫസ്റ്റ് ടൈമിൽ തന്നെ പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അടുത്ത സെക്ഷനിൽ വരും. എന്ന് വെച്ചാൽ ഞാനത് കാണിച്ചു തരാത്ത എനിക്ക് ഓൾറെഡി SIP ഉണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പിന്നെ ഒന്നും കൂടി കൊടുക്കണ്ടല്ലോ വെച്ചിട്ടാണ്. പിന്നെ ഇതുപോലെ തന്നെ സെയിം ആണ്, നമുക്ക് എല്ലാ ആപ്പിലും ഇതുപോലെ തന്നെയാണ് സെയിം. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ അവർ കാണിക്കുന്ന കുറേ പോപ്പുലർ ഫണ്ട് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി നോക്കുക ഏതൊക്കെ കമ്പനീസ് അവർ ചെയ്യുന്നുണ്ട്. ഫണ്ട് മാനേജറിൻ്റെ എന്താ പറയുക ഹിസ്റ്ററി നോക്കി നോക്കുക, അതിൻ്റെ റിട്ടേൺ ഹിസ്റ്ററി നോക്കി നോക്കുക. എല്ലാം ഗ്രാഫ് പോലെ ഞാൻ കാണിച്ചിരുന്നല്ലോ, അതിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ നോക്കുക, എക്സിറ്റ് ലോഡ് നോക്കുക, എന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. പിന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഏതാണോ നിങ്ങളുടെ ഒരു സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ ഒരു ഓവറോൾ ചുമ്മാ ഒരു ജസ്റ്റ് ഓവറോൾ ഐഡിയ പറയുകയാണെങ്കിൽ ലാർജ് ക്യാപ്പ് ആകുമ്പോൾ നമുക്ക് ഓവറോൾ ഒരു 6 to 10% ഒക്കെയാണ് റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റുക. എന്താ വെച്ചാൽ അതൊക്കെ ലാർജ് ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ അത്രയധികം പെട്ടെന്ന് ഹ്യൂജ് ആയിട്ട് വളരില്ല. ഓൾറെഡി വളർന്നിരിക്കുന്ന കമ്പനികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫോസിസ് ആയിക്കോട്ടെ, TCS ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, അങ്ങനത്തെ വലിയ ബിഗ് കമ്പനീസ് ഉണ്ടല്ലോ അവരൊക്കെ. പക്ഷേ റിസ്ക് കുറവാണ്. മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20% ഒക്കെ 25% ഒക്കെ മാക്സിമം പ്രതീക്ഷിക്കാം റിട്ടേൺ. അതാകുമ്പോൾ ഒരു മിഡിൽ കാറ്റഗറിയിൽ വരുന്ന കമ്പനീസാണ്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വളരാം. പൊട്ടാനുള്ള ചാൻസ് അത്യാവശ്യം കുറവാണ്. അപ്പോൾ ഒരു മീഡിയം കാറ്റഗറിയിൽ റിസ്ക് വരുന്ന സംഭവമാണ്. സ്മോൾ ക്യാപ്സ് എന്ന് വരുമ്പോൾ അത് ചെറിയ കമ്പനീസാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അത് വളരാം. ഒന്നെങ്കിൽ ഭയങ്കരമായിട്ട് വളരാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പണി കിട്ടാം. അപ്പോൾ റിട്ടേൺസ് നല്ലോണം കൂടും. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന സ്മോൾ ക്യാപ്പ് ഫണ്ടൊക്കെ അതുകൊണ്ടാണ് അതിന് 46% കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വളരാനും പെട്ടെന്ന് അതിനനുസരിച്ച് ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ഹൈ റിസ്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നോർമൽ സംഭവം. പിന്നെ അതിൽ നമുക്ക് വേറെ ടൈപ്സ് ഓഫ് ഫണ്ടുകളുണ്ട്. ELLS ഫണ്ട് ഉണ്ട്, അതായത് ടാക്സ് സേവിംഗ് ഫണ്ട് ഉണ്ട്. നമുക്ക് അതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, 3 കൊല്ലം to 5 കൊല്ലം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഞാൻ ഗ്രോയിൽ ഉപയോഗിക്കുന്നത് ഈ ELLS ഫണ്ടിൻ്റെ SIP ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രോ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ഒരെണ്ണത്തിൽ നമ്മൾ എല്ലാ ടൈപ്പ് ആയി കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഗ്രോയിൽ ഞാൻ ELLS ഫണ്ടുകൾ, ടാക്സ് സേവിംഗ് ഫണ്ടുകൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യ മണിയിൽ ബാക്കി എല്ലാ സ്മോൾ ക്യാപ്പും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽ ഫണ്ടിലും ഞാൻ വേറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കാണിച്ചു തരില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടിയിരിക്കുന്നത് എങ്ങനെ SIP തുടങ്ങാം. ഈസിയാണ്, ഒരു പണിയില്ല. ആദ്യം ഫസ്റ്റ് തന്നെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് തുടങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അക്കൗണ്ട് തുടങ്ങുക, മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ പോകാം. നമുക്ക് KYC സംഭവങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. KYC ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 24 മണിക്കൂർ ഗ്യാപ്പ് വേണ്ടി വരും അത് കൺഫേം ആവാൻ. അതിന് ശേഷം നമുക്ക് ഡിമാൻഡ് അക്കൗണ്ട് തുറന്ന് കിട്ടുള്ളൂ. ശരിക്കും മ്യൂച്വൽ ഫണ്ട് ഡിമാൻഡ് അക്കൗണ്ട് വേണ്ട, എന്നാലും ഒരു ഡിമാൻഡ് അക്കൗണ്ട് ചിലപ്പോൾ ടൈം എടുക്കാം. നമുക്ക് മ്യൂച്വൽ ഫണ്ട് അതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ പറ്റും. മ്യൂച്വൽ ഡിമാൻഡ് അക്കൗണ്ട് നോർമലി ഷെയർ സ്റ്റോക്ക് ട്രേഡിംഗ് ആ സംഭവത്തിനൊക്കെ
ആൾക്കാർക്കാണ് മ്യൂച്വൽ ഫണ്ട് ട്രേഡിംഗ് ഡിമാൻഡ് അക്കൗണ്ട് വേണ്ടത്. ഇതിൽ നമുക്ക് ഫ്രീ ആണ്, അപ്പോൾ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ പണി ത്രൂ ട്രേഡിങ്ങും ചെയ്യുന്നുണ്ട്. എൻ്റെ ഷെയർ അതൊക്കെയൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ അത് പ്രശ്നമുണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഓൾമോസ്റ്റ് സംതിങ് ഐഡിയ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നാളെ നമ്മുടെ ന്യൂ ഇയർ വരികയാണ്, അപ്പോൾ അടിച്ചു പൊളിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.